മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതിനു പിന്നാലെ മന്ത്രി വിക്രമാദിത്യ സിംഗ് രാജിവെച്ചു. ഷിംലയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടെയാണ് അപ്രതീക്ഷിതമായി രാജിപ്രഖ്യാപനമെത്തിയത്. വാർത്താ സമ്മേളനത്തിനിടെ വിക്രമാദിത്യ സിംഗ് വികാരാധീനനായി പൊട്ടിക്കരയുകയും ചെയ്തു. वर्तमान परिस्थिति में मेरा इस सरकार में बने रहना ठीक नहीं है, इसलिए आज मैंने ये निर्णय लिया है that I am resigning from the Council of Ministers. मैं इस सरकार से एक मंत्री के रूप में इस्तीफा दे रहा हूं जो मैंने निर्णय लिया है. आने वाले समय में with due consultation with our people मैं सबसे बात करूंगा. जो हमारे चाहने वाले हैं, हमारे लोग हैं, हमारे समर्थक हैं, उनके साथ बात करके, उनके साथ चर्चा करके, उनके साथ विचार विमर्श करके आने वाले समय में फ्यूचर कोर्स ऑफ एक्शन को जो है वो डिसाइड किया जाएगा. 6 കോൺഗ്രസ് എംഎൽഎമാരും കോൺഗ്രസ് സർക്കാരിന് പിന്തുണ നൽകിയ 3 സ്വതന്ത്രരും ബിജെപിക്ക് വോട്ട് ചെയ്തതോടെയാണ് ഹിമാചൽ പ്രദേശിൽ പ്രതിസന്ധി ഉണ്ടായത്. കൂറുമാറിയാൽ അയോഗ്യരാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം എംഎൽഎമാർക്ക് മുന്നറിയിപ്പ് നൽകി. വിശ്വാസ വോട്ട് ആവശ്യപ്പെട്ട് ബിജെപി സംഘം ഗവർണറെ കാണുകയും ചെയ്തു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർക്കെ, ഈ തികച്ചും നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം പ്രിയങ്ക ഗാന്ധി അനുനയ നീക്കങ്ങളുമായി മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സുഖ്വിന്ദർ സിംഗുവിന് അത് വലിയ ഗുണകരമാകില്ല എന്ന സൂചനകളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യവും ആ കണക്കിലെ കളികളും പരിശോധിക്കുമ്പോൾ അംഗബലത്തിന്റെ കാര്യത്തിൽ സുഖു സർക്കാർ ന്യൂനപക്ഷമായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ബി.ജെ.പി. ഇക്കാര്യം ഗവർണർക്ക് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീക്കറിന്റെ ഭാഗത്ത് നിന്ന് 14 എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്തുള്ള നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അംഗബലം പരിശോധിക്കാനായിട്ട് തലയെണ്ണാനായിട്ട് ഗവർണർ തീരുമാനിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് നിലനിൽക്കുക എന്നുള്ളത് സുഖുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തിന് ആലോചിക്കാൻ പറ്റൂ എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വിക്രമാദിത്യ സിംഗ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ 1 വർഷമായി താൻ പറയാൻ മടിച്ച അഥവാ പറയാതിരുന്ന കാര്യങ്ങളെല്ലാമാണ് താൻ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. താൻ രാജിവെക്കുകയാണ്. അതുവഴി അദ്ദേഹം ദേശീയ നേതൃത്വത്തിന് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ് എന്ന സന്ദേശം നൽകിയിരിക്കുന്നു. ക്രൈസിസ് മാനേജർമാരായി നിയോഗിച്ചിരുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഒപ്പം ഡി.കെ. ശിവകുമാറും നടത്തുന്ന ശ്രമങ്ങൾക്ക് അത് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടാകും എന്ന സംശയം ജനിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യം. പ്രത്യേകിച്ച് വിക്രമാസിംഗിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള അംഗബലം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇന്നലെ ക്രോസ് ഔട്ട് ചെയ്തവരെ മാറ്റി നിർത്തി കൂട്ടിയാൽ ഏതാണ്ട് 34 എംഎൽഎമാർ എന്ന വിധത്തിൽ മാത്രമേ കണക്ക് എത്തുന്നുള്ളൂ. പക്ഷേ വിക്രമാദിത്യ സിംഗ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ പക്ഷത്തെ അനുകൂലിക്കുന്ന ആ വിഭാഗം കൂടി ഇതിൽ മാറി നിൽക്കാനായിട്ടോ അഥവാ പിന്തുണ നൽകില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സുഖുവിനെ മാറ്റിയില്ലെങ്കിൽ അവിടെ സർക്കാർ നിലംപൊത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ചിലർ ഹിമാചൽ പ്രദേശിലേക്ക് ഷിംലയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നടപടികൾ ഇതിനകം തന്നെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയും സർക്കാരിനെ വീഴ്ത്താൻ ആയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് ബി.ജെ.പിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് വിമുക്തമായിരിക്കുന്നു എന്ന പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്നതാണ്. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന അവസരം ബി.ജെ.പി. രാധാകൃഷ്ണൻ, തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വളരെ ഗൗരവമേറിയ ഒരു നീക്കം തന്നെയാണ്. വിക്രമാദിത്യ സിംഗിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി ചർച്ച നടത്തി. പക്ഷേ അട്ടിമറി നീക്കം തടയാൻ 14 ബി.ജെ.പി. എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് മന്ത്രിസഭ. സ്പീക്കറുടെ നടപടിക്കെതിരെ എംഎൽഎമാർ നിയമസഭയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ രാഷ്ട്രീയ നാടകം തുടരുകയാണ് ഹിമാചൽ പ്രദേശിൽ. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയായിരുന്നു.